മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 1 സാമുവേൽ 16:7 1 സാമുവേൽ ചാപ്റ്റർ 16 വേഴ്സ് 7 അവിടെ നമ്മൾ കാണുന്നത്, മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിൽ. ദൈവം നാം ആയിരിക്കുന്ന പോലെ നമ്മുടെ ബാഹ്യവശത്തെയും ആന്തരിക വശത്തെയും പൂർണ്ണമായും അറിയുന്നു. മനുഷ്യർ നമ്മുടെ ബാഹ്യവശം കാണുന്നു, ദൈവമോ ആന്തരിക വശം കാണുന്നു. നാം ആയിരിക്കുന്ന പോലെ നമ്മെ പൂർണ്ണ അറിയാവുന്ന ദൈവമുമ്പാകെ നിൽക്കുവാൻ നാം ഭയപ്പെടുന്നുണ്ടോ? ഭയപ്പെടേണ്ട ആവശ്യമില്ല. തെറ്റിനെ വെറുക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല. മനുഷ്യർ നമ്മെപ്പറ്റി എന്ത് ചിന്തിക്കുമെന്നോർത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവസന്നിധിയിൽ നേരുള്ള ഹൃദയമുണ്ടെങ്കിൽ നാം ഭയപ്പെടണം. സാമുവേൽ ദാവീദിനെ തിരഞ്ഞെടുക്കുമ്പോൾ ദാവീദിന്റെ ഹൃദയശുദ്ധി മനസ്സിലാക്കിയിരുന്നു. സാമുവേൽ ഇശ്ശായിയുടെ മക്കളിൽ ഒരാളെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ ബേത്ലഹേമിൽ ചെന്നു. മധ്യവയസ്കനായ പ്രഥമപുത്രൻ സുമുഖനും ദൃഢഗാത്രനുമായിരുന്നു. അവനെ കണ്ടപ്പോൾ ദൈവം തെരഞ്ഞെടുത്ത ആളായിരിക്കുമെന്ന് സാമുവേൽ ചിന്തിച്ചു. അപ്പോൾ ദൈവം സാമുവേലിനോട് പറഞ്ഞതാണ് നമ്മളിന്നെടുത്ത വചനം. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, ദൈവമോ ഹൃദയത്തെ നോക്കുന്നു. 7 മക്കളെയും കണ്ട ശേഷം അവസാനം ഇളയ മകൻ ദാവീദിനെ തെരഞ്ഞെടുത്തു. ദാവീദിന്റെ ജീവിതത്തിൽ പല പരാജയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ദൈവഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നാണ് അറിയപ്പെടുന്നത്. ദാവീദിന്റെ ഹൃദയം ദൈവ സംസർഗത്തിനായി ഉഴറിക്കൊണ്ടിരുന്നു. തന്റെ പ്രവൃത്തിയെ താൻ തന്നെ വെറുത്തിരുന്നു. തെറ്റ് പ്രവർത്തിച്ചെങ്കിലും ആ തെറ്റിനെ ദാവീദ് അറച്ചിരുന്നു. നാം നമ്മുടെ ബലഹീനതയിൽ ചെയ്യുന്ന തെറ്റുകളെ വെറുക്കുന്ന ആന്തരിക മനുഷ്യൻ നമ്മിലുണ്ടെങ്കിൽ നാം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടവരല്ല. നാം നമ്മുടെ തെറ്റായ ചിന്തകളെയും പ്രവൃത്തികളെയും വെറുക്കുന്നുണ്ടെങ്കിൽ ദൈവം ഒരിക്കലും നമ്മളെ വെറുക്കുകയില്ല. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.